ഹായ്, നമസ്കാരം. ഞങ്ങളിപ്പോൾ ഉള്ളത് 1980s എന്ന് പറയുന്ന നമ്മുടെ കോഴിക്കോട്ടെ ഏറ്റവും നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഹോട്ടലിലാണ്. ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഈ ഹോട്ടലുള്ളത് കോഴിക്കോടുള്ള ചെറുകുട്ടി റോഡിലാണ്. വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഹോട്ടലാണിത്. ഇവിടേക്ക് കയറി കഴിഞ്ഞാലുള്ള ഒരു പ്രധാന കൺഫ്യൂഷൻ എന്താണെന്നറിയോ? ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കണോ അതോ ഫോട്ടോ എടുക്കണോ എന്നുള്ള കൺഫ്യൂഷനിലാവും നമ്മൾ. ഇവിടെ വന്ന് ഫുഡ് കഴിച്ച ഫിലിം സ്റ്റാർസിൻ്റെ ഒക്കെ ഫോട്ടോ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു നാലുകെട്ടിൻ്റെ അകത്തേക്കൊക്കെ ധാരാളം ചെടികളുമൊക്കെ വളർന്നു നിൽക്കുന്ന ഒരു നാലുകെട്ടിൻ്റെ അകത്തേക്കൊക്കെ കയറിയ ഒരു ഫീലിംഗ് ആയിരിക്കും കേട്ടോ നമുക്കിവിടെ ഉണ്ടാവുക. ഒരുപാട് ആളുകളുണ്ട്, അവരെ ഒന്നും കിട്ടാതെ ഷൂട്ട് ചെയ്യാൻ നല്ല പണിയായിരുന്നു. ഇവിടെ ഇരുന്ന് നമുക്ക് ഒരുപാട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു കോളേജിലെ ടീം വന്നിട്ട് ഓൾറെഡി ബുക്ക് ചെയ്തിട്ട് ഷൂട്ടിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ നല്ലൊരു ചെമ്പക മരവും ഉണ്ട് കേട്ടോ. പിന്നെ നമുക്കിവിടെ നടുത്തളമുണ്ട്. ഈ നടുത്തളത്തിലേക്ക് ഇറങ്ങിയിരുന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. നടുത്തളത്തിലേക്ക് ഞങ്ങളിപ്പോൾ കയറിയിരുന്ന് കസേരയൊക്കെ ഇട്ട് കയറിയിരുന്നിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം കൂടിയുണ്ട്. നല്ല രസമാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇവിടെ വന്നിട്ട് ഇത്ര നേരമായിട്ട് ഞങ്ങൾ ഫുഡൊന്നും കഴിക്കാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെയും ഫോട്ടോഷൂട്ട് തന്നെയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. അത്രയ്ക്ക് നല്ല രസമുണ്ട് ഇവിടേക്ക് ഒന്ന് കാണാനായിട്ട്. നിറയെ ആൾക്കാരുണ്ട് കേട്ടോ. എന്നാലും ഞാൻ ആളില്ലാത്ത ഭാഗങ്ങളാണ് ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ട് കൃഷ്ണയും എൻ്റെ മോനും കൂടിയാണ് കേട്ടോ പോയത്. ഞങ്ങൾ രണ്ടുപേരും സദ്യയാണ് ഓർഡർ ചെയ്തത്. മോന് ബിരിയാണിയും ഓർഡർ ചെയ്തു. അങ്ങനെ സദ്യയിലെ ഐറ്റംസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ഐറ്റംസും വന്ന് സദ്യയും പപ്പടവും എല്ലാം കൂടെ എത്തിയിട്ടുണ്ട്. പായസവും ഒക്കെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം. ബിരിയാണിയും സദ്യയും ഒക്കെ എത്തി. നല്ല പായസമൊക്കെ ഉണ്ട് കേട്ടോ. ബിരിയാണിയുടെ കൂടെയും പായസമുണ്ട്. അങ്ങനെ ഞങ്ങൾ സദ്യ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നോക്കാം. സദ്യയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ബിരിയാണിയും തന്നെ കൊള്ളാം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങാനുള്ള പരിപാടിയാണ്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ തോന്നില്ല. ഫോട്ടോയും ഭക്ഷണവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ തോന്നും. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. അങ്ങനെ ഞങ്ങളുടെ അടുത്ത പരിപാടി ഫോക്കസ് മാളിലേക്ക് പോയി കേട്ടോ. കുറച്ച് കോസ്മെറ്റിക്സ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അവിടെ പർപ്പിളിൻ്റെ പുതിയ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ലിപ്സ്റ്റിക്കും ഫൗണ്ടേഷനൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ്. ഇവിടെ ഞാനൊന്ന് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് എൻ്റെ ഷെയ്ഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ പ്രൊഡക്ട്സും ലാക്മേയുടേതാണ് കേട്ടോ. ഞാൻ സെൻസിറ്റീവ് സ്കിന്നായതുകൊണ്ട് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ നോക്കിയിട്ട് വാങ്ങുന്ന ഐറ്റമാണ് അധികവും. ലാക്മേയാണ് വാങ്ങിക്കാറുള്ളത്. അതേ എനിക്ക് ചേരുന്നുള്ളൂ സ്കിന്നിന്. അതുകൊണ്ട് ലാക്മേയുടെ ഫൗണ്ടേഷൻ, ലിപ്സ്റ്റിക്ക്, കോമ്പാക്റ്റ് അതൊക്കെ തന്നെ. ഇങ്ങനൊരു ഫൗണ്ടേഷനാണ് ഞാൻ വാങ്ങിക്കാറുള്ളത്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ ലോഷൻ എന്ന് പറയുന്നത് ലാക്മേയുടേതാണ്. ഈ ഒരു സൺസ്ക്രീൻ ലോഷനാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. അതും കൂടി വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ട്രെൻഡ്സിലെത്തി. ട്രെൻഡ്സിൽ സെയിലാണ്. 50-70% ഒക്കെ റിഡക്ഷൻ ഉണ്ട്. അതുകൊണ്ട് എനിക്കൊരു ബാഗ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ട്രെൻഡ്സിലേക്ക് കയറുകയാണ്. ബാഗൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഈ ബാഗാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് 30% റിഡക്ഷൻ ഉണ്ട്. സ്കൂളിലൊക്കെ പോകുമ്പോൾ കൊണ്ടാലോ എന്ന് വെച്ചിട്ട് വാങ്ങിയതാണ്. കുറച്ചധികം സാധനങ്ങൾ കൊള്ളുന്ന ഒരു ബാഗായിരിക്കണം. അതുകൊണ്ടാണ് ഈ ബാഗ് എടുത്തത്. ബാഗിന് മാത്രമല്ല കേട്ടോ, ഓർണമെൻറ്റ്സിനും ഒക്കെ തന്നെ കുറച്ച് പെർസെൻറ്റേജൊക്കെ കുറവുണ്ട്. അതുകൊണ്ട് നല്ലൊരു റിഡക്ഷൻ സെയിൽ നമുക്കിവിടെ കിട്ടും. നല്ല ബാഗുകൾ കിട്ടുന്ന സ്ഥലം കൂടിയാണ് ട്രെൻഡ്സ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ബാഗൊക്കെ ഇങ്ങനെ നോക്കി കേട്ടോ. ഷോപ്പിങ്ങിന് കയറിയാൽ പിന്നെ അതിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. കാരണം ഞാൻ എടുക്കുന്ന ഷോപ്പിംഗ് വ്ളോഗുകളിലൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് ഒരുപാട് സമയം എല്ലാ സ്ഥലത്തും നിൽക്കുന്ന ആൾക്കാരാണ്. നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുകയും വേണമല്ലോ. അതിൻ്റെ കൂടെ കുറച്ച് പർച്ചേസും കൂടി ചെയ്യാം. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾ നോക്കി കേട്ടോ. ഒരുപാട് റിഡക്ഷനൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ നോക്കി കുറച്ചൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത ചെറിയ വീഡിയോകളും ഷോപ്പിംഗ് വ്ളോഗുകളുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.